ഡോക്ടർ എ അബ്ദുൽ ഹക്കീം, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. അപ്പോൾ റോഷിപാലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ ഏറ്റവും യോഗ്യം. കാരണം RTI കൊടുത്ത് അദ്ദേഹത്തിന്റെ വകുപ്പിനെ ബുദ്ധിമുട്ടിച്ചോണ്ടേ ഇരിക്കുന്ന ആളാണ് റോഷിപാൽ, അല്ലേ? ഞാൻ വന്ന് നിങ്ങളുടെ കയ്യിൽ വീണുപോയതാണ്. ഞങ്ങൾ RTI കൊടുക്കാതെ സാറിനെ ഇവിടെ എത്തിച്ചു. അതാണ് വളരെ രഹസ്യമായി കലോത്സവം കാണാൻ വന്നതാണ്. ഇൻ ഡിസ്ഗൈസ് ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വീണുപോയത്. ഈ വിവരാവകാശ മറുപടികൾ അതെല്ലാം കൊടുക്കുന്ന ആളാരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു കമ്മീഷണർ ആരാണെന്നുള്ളത് ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവും. അത് RTI കൊടുത്ത് സാറിന്റെ പടമൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങോട്ട് പോകാനേ പറ്റില്ല, ജുഡീഷ്യൽ അധികാരം ഉള്ളതുകൊണ്ട് അവിടെ പോയി പടമെടുക്കാൻ. സാറിന് ഈ കലകളോടൊക്കെ ഉള്ള ഒരു താല്പര്യം എങ്ങനെയാണ്? കലകളോടുള്ള താല്പര്യങ്ങളെ കുറിച്ചോ മറ്റു വിവരങ്ങളോ പറയണമെങ്കിൽ ആദ്യം 10 രൂപ അടച്ച് അപേക്ഷിക്കണം. 10 രൂപയുടെ ആപ്ലിക്കേഷൻ തരണം. അപ്പോൾ പറയാം. കലകൾ നമ്മൾ ഏറ്റവും, അതായത് നമ്മുടെ ഈ കലാമേള ഏഷ്യയിലെ ഏറ്റവും വലിയ യുവജന കലാമാമാങ്കമാണ്. ഈ പ്രാവശ്യത്തെ ഈ പരിപാടിയുടെ സവിശേഷത ഇത് കേരളത്തിലെ കലകളുടെ ചരിത്രം തലവെച്ചുറങ്ങുന്ന തിരുവനന്തപുരത്ത് വന്നു എന്നുള്ളതാണ്. ആ 2 നിലയ്ക്ക് നമ്മുടെ ഈ പരിപാടിക്ക് മാറ്റ് വളരെ കൂടുതലാണ്. നമ്മുടെ പരിപാടി എങ്ങനെയുണ്ട്, കണ്ടോ? പരിപാടികൾ കണ്ടോ? വളരെ നന്നായി ഞാൻ ആസ്വദിക്കുന്നതാണ്. റിപ്പോർട്ടറാണ് ഇപ്പോൾ വൈബ്. ഇങ്ങനൊന്നും എന്നെ കൊണ്ട് പറയിച്ചു കളയരുത്. അതാണ് കാരണം നമുക്ക് എല്ലാവരും അങ്ങനെയാണല്ലോ. സാറ് പഴയ യൂണിയൻ സെക്രട്ടറി സംഘാടകനൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പഴയ ഓർമ്മകളൊക്കെ വന്നില്ലേ? യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. കലാപരിപാടികൾ ഞങ്ങളിങ്ങനെ യുവജനോത്സവങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പല പരിപാടികൾക്കും ഞാൻ ജഡ്ജായി പോയിട്ടുണ്ട്. പലതിലും മത്സരിച്ചിട്ടുണ്ട്. മത്സരിച്ച ഇനങ്ങൾ അത് ഇത്തരം ഇനങ്ങളല്ല. എൻ്റെ പലതും പ്രസംഗവും ഉപന്യാസവും ഒക്കെ ആയിരുന്നു. അന്ന് ഞാൻ തോൽപ്പിച്ചത് CS സുജാതയെ ഒരിക്കലും എൻ്റെ ഒരു മത്സരത്തിൽ. പിന്നീട് MP ആയി വന്ന് CS സുജാത സെക്കൻഡ്, ഞാൻ ഫസ്റ്റ് വരുന്നൊരു പ്രസംഗത്തിന്. അതുപോലെ എൻ്റെ കൂടെ അന്ന് ഞങ്ങൾ ടീമായിട്ടുണ്ടായിരുന്ന, ഞങ്ങൾ സംഘാടകരായിട്ടുണ്ടായിരുന്നതാണ് നമ്മുടെ സുകന്യ വൈസ് ചെയർപേഴ്സൺ. പഴയ പരിപാടികളുണ്ട്. പിന്നെ കോട്ടയത്ത് സംസ്ഥാന യുവജനോത്സവം സംഘടിപ്പിച്ച സമയത്തിലെ സംഘാടകരിൽ ഒരാളായിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുന്നത്, ഞാൻ വന്നത് തന്നെയും ഒരു 10-30 വർഷം പുറകോട്ട് സഞ്ചരിക്കാൻ തീർച്ചയായും.